നമസ്കാരം. ചരിത്രം ഒരു രാത്രി കൊണ്ട് തിരുത്തി എഴുതപ്പെട്ട ഒരു നിമിഷമാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ദില്ലിയിലെ ഒരു രഹസ്യമുറിയിൽ ലോകത്തിന്റെ അധികാര സമവാക്യങ്ങൾ മാറി മറയുകയായിരുന്നു. ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകളായി തോളോട് തോൾ ചേർന്ന് നിന്ന അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ഉരുക്ക് പോലെയുള്ള സൗഹൃദം അപ്രത്യക്ഷമാവുകയാണ്. മറുഭാഗത്ത് ഇന്ത്യ എന്ന ലോകശക്തിയിലേക്ക് ബ്രിട്ടൻ കൈ നീട്ടിപ്പിടിക്കുന്നു. വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ മണ്ണിൽ നിന്നും മുഴങ്ങിയപ്പോൾ ലോകം ഞെട്ടലോടെ ചോദിക്കുന്നു, എന്താണ് ബ്രിട്ടന് സംഭവിച്ചത്? എന്തിനാണ് അവർ സ്വന്തം സഹോദരനെ തള്ളിപ്പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ ചത്ത കുതിര എന്ന് പരിഹസിച്ച് തള്ളിയ അതേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇന്ന് ലോകത്തെ ഏറ്റവും ചലനാത്മകമായ ശക്തി എന്ന് വാഴ്ത്തിപ്പാടുകയാണ്. ഈ വാഴ്ത്തുപാട്ടിന് പകരമായി നരേന്ദ്രമോദി കൊടുത്ത വില എന്താണ്? 7000 ബ്രിട്ടീഷുകാരുടെ ജോലി, കോടിക്കണക്കിന് പൗണ്ടിന്റെ നിക്ഷേപം, ബ്രിട്ടീഷ് സർവകലാശാലകൾക്ക് ഇന്ത്യൻ മണ്ണിലേക്കുള്ള പ്രവേശനം. ഇതിനെല്ലാം പകരമായി ബ്രിട്ടൻ ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് വെച്ചതാകട്ടെ അമേരിക്കയുമായുള്ള ആത്മബന്ധം തന്നെയാണോ? ഇതൊരു സാധാരണ വാർത്തയല്ല, പുതിയ ലോകക്രമം പിറവിയെടുക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന സൂചനയാണ്. അപ്പോൾ ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാം. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ അമേരിക്കയെ ചതിച്ചത്? ഇവിടെ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയെ ചവിട്ടി മെതിച്ച ബ്രിട്ടനാണ് ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും കച്ചവടത്തിന്റെയും താല്പര്യങ്ങളുടെയും കളിയാണ്. എങ്കിലും അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള പ്രത്യേക ബന്ധം അതിലും വലിയ ആഴമുള്ളതൊക്കെ ആയിരുന്നു. എന്നാൽ സ്റ്റാമറിന്റെ പുതിയ ഇന്ത്യൻ നയം ആ ബന്ധത്തിന്റെ അടിത്തറയാണ് ഇളക്കുന്നത്. ഓർമ്മയില്ലേ, ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ പരാജയപ്പെട്ടപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുച്ഛത്തോടെ പറഞ്ഞത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്തതിന് തുല്യമാണ് എന്ന്. ആഗോളവേദിയിൽ ഇന്ത്യക്ക് കിട്ടിയ ഒരു വലിയ നാണക്കേട് പോലെ തന്നെയായിരുന്നു അത്. എന്നാൽ അതേ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആ പ്രസ്താവനയെ പരസ്യമായി തിരുത്തി എഴുതി. സ്റ്റാമർ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ചലനാത്മകവും മികച്ചതുമായ സമ്പദ് വ്യവസ്ഥയാണ്. ഇതൊരു സാധാരണ പുകഴ്ത്തലായി തോന്നരുത്. ഇത് ട്രംപിന്റെ മുഖത്തേറ്റ കരണത്തടി തന്നെയാണ്. ഇരട്ട സഹോദരന്മാരിൽ ഒരാൾ മറ്റൊരാളെ ലോകത്തിന് മുന്നിൽ തള്ളി പറയുന്നതിന് തുല്യമാണ്. സ്റ്റാമർ അവിടെയും നിർത്തിയില്ല. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം പുറമെ ലോക സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം സ്വപ്നം കാണുന്ന ട്രംപിനെ വീണ്ടും ചൊടിപ്പിച്ചുകൊണ്ട് സ്റ്റാമർ പറഞ്ഞു, ഉക്രൈനിലും ഗാസയിലും സമാധാനം കൊണ്ടുവരാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ വിലപ്പെട്ടതാണ്. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിൽ പ്രധാനിയാണ് അദ്ദേഹം. ഈ പ്രസ്താവന ട്രംപിന്റെ നൊബേൽ സമ്മാനങ്ങൾക്ക് നേരെയുള്ള ഒളിയമ്പായി മാറി. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ലോകത്തിലെ തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്? ഉത്തരം ഒന്ന് മാത്രം: ഇന്ത്യ നൽകിയ വാഗ്ദാനങ്ങൾ. കീർ സ്റ്റാമർ വെറും കൈയോടെയല്ല ബ്രിട്ടനിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന്റെ കൈ നിറയെ ബ്രിട്ടന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താനുള്ള സഞ്ജീവനിയായിരുന്നു. ബ്രെക്സിറ്റിന് ശേഷം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ബ്രിട്ടന് ഇത് അത്യാവശ്യമായിരുന്നു. അതായത് 64 ഇന്ത്യൻ കമ്പനികൾ ചേർന്ന് 1 ബില്യൺ പൗണ്ടിന്റെ, അതായത് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് UK-യിൽ നടത്താൻ പോകുന്നത്. ഇതിലൂടെ 7000-ലധികം തൊഴിലവസരങ്ങൾ ബ്രിട്ടനിൽ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയുടെ TVS മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹന നിർമ്മാണ യൂണിറ്റ് ബ്രിട്ടനിലെ സോളിഹള്ളിൽ ആരംഭിക്കും. സെമി കണ്ടക്ടർ നിർമ്മാതാക്കളായ സെയ്നറ്റ്, കാർഷിക സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതുൽ പോലെയുള്ള പ്രമുഖ കമ്പനികൾ കോടികൾ മുടക്കി ബ്രിട്ടനിലെ വിവിധ നഗരങ്ങളിൽ കമ്പനികൾ സ്ഥാപിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓർത്തോപീഡിക് ഉപകരണ നിർമ്മാണം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തും. ഇന്ത്യൻ കമ്പനികൾ UK-യിൽ രജിസ്റ്റർ ചെയ്ത കണക്കിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഈ പണം ബ്രിട്ടനിലെ ബർമിംഗ്ഹാം മുതൽ ബേസിംഗ് സ്റ്റോക്ക് വരെയുള്ള നഗരങ്ങൾക്ക് പുതിയ ഉണർവ് നൽകും. തീർച്ചയായും ഇതൊരു വിപ്ലവകരമായ മാറ്റമാണ്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള സമ്മർദ്ദവും അതേസമയം ട്യൂഷൻ ഫീസിനായി അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയും ബ്രിട്ടീഷ് സർക്കാരിനുണ്ടായിരുന്നു. ഇതിനുള്ള മാന്ത്രിക പരിഹാരമാണ് ഇന്ത്യ നൽകിയത്. ലങ്കാസ്റ്റർ, സറേ, യോർക്ക്, ബ്രിസ്റ്റോൾ, ലിവർപൂൾ പോലെയുള്ള പ്രശസ്തമായ സർവകലാശാലകൾ ഇനി ഇന്ത്യൻ ക്യാമ്പസുകളിൽ തുറക്കുകയും ചെയ്യും. കുടിയേറ്റം വർദ്ധിപ്പിക്കാതെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നിന്നും ട്യൂഷൻ ഫീ ഇനത്തിൽ ഇനി കോടികൾ അവർക്ക് നേടാം. രാജ്യത്തിന് ആവശ്യമായ പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ലോകോത്തര വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. UK-യിലെ ഭീമമായ താമസ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കി ബ്രിട്ടീഷ് ബിരുദം സ്വന്തമാക്കുകയും ചെയ്യാം. ഈ നീക്കം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്കൊക്കെ ഉൾപ്പെടെ ഒരു വലിയ മുന്നറിയിപ്പാണ്. നിലവാരം മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. സ്റ്റാമർ മോദിയെ പുകഴ്ത്തിയതും ഇത്രയധികം വാഗ്ദാനങ്ങൾ നൽകിയതും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല. അതിന് പിന്നിൽ ബ്രെക്സിറ്റിന് ശേഷമുള്ള ബ്രിട്ടന്റെ നിസ്സഹായ അവസ്ഥ തന്നെയാണ്. യൂറോപ്യൻ
യൂണിയനിൽ നിന്നും പുറത്തായതോടെ ബ്രിട്ടന്റെ ബിസിനസ് ലോകം സത്യം പറഞ്ഞാൽ തകർച്ചയിലാണ്. സ്റ്റാമറിനൊപ്പം ഇന്ത്യയിലേക്ക് വന്ന ബിസിനസ് പ്രമുഖർ തുറന്നു പറഞ്ഞത് തങ്ങളുടെ 90% UK ബിസിനസ്സും നഷ്ടത്തിലാണെന്നും ഇന്ത്യ പോലെയുള്ള വളരുന്ന വിപണികൾ കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ നിലനിന്ന് പോകുന്നത് എന്നുമാണ്. മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയിൽ നിന്നും കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ബ്രിട്ടനെ പ്രതീക്ഷിക്കാൻ ഇനി സാധിക്കില്ല. എന്നാൽ ഇന്ത്യ ആകട്ടെ വളർച്ചയുടെയും കച്ചവട സാധ്യതകളുടെയും ഒരു മഹാസമുദ്രമാണ്. മറ്റൊരു രാജ്യം ഈ സാധ്യതകൾ കൈക്കലാക്കുന്നതിന് മുമ്പ് അത് തങ്ങൾക്ക് തന്നെ വേണമെന്ന തിരിച്ചറിവ് കൊണ്ടാണ് സ്റ്റാമറെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ നീണ്ട അമേരിക്കൻ സൗഹൃദം പോലും മറന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ പുകഴ്ത്തിയത്. താൻ ഇന്ത്യയിൽ കണ്ടത് വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യത്തിന്റെ മാന്ത്രിക വേഗതയാണെന്ന് അദ്ദേഹം പറഞ്ഞത് വെറും വാക്കല്ല, അത് ബ്രിട്ടന്റെ നിലനിൽപ്പിന് ഇന്ത്യ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നും വന്ന വാക്കുകളാണ്. കീർ സ്റ്റാമറിന്റെ ഇന്ത്യ സന്ദർശനം വെറും ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയായിരുന്നില്ല, അത് തീർച്ചയായും പലതിന്റെയും തുടക്കമാണ്. അമേരിക്ക ബ്രിട്ടൻ പ്രത്യേക ബന്ധം തുടരുകയാണ്. ബ്രിട്ടൻ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി പുതിയ പങ്കാളിയെ തേടിപ്പോയിരിക്കുന്നു. ബ്രെക്സിറ്റിൽ തകർന്ന ബ്രിട്ടൻ ഇന്ത്യയെ രക്ഷകനായി കാണുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ലോകോത്തര വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ഒരു പുതിയ യുഗം പിറവിയെടുക്കുകയാണ്. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ നയങ്ങളെ പോലും സ്വാധീനിക്കുന്ന ഒരു സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനമാണ് നമ്മളിപ്പോൾ കണ്ടത്. ട്രംപ് ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ച അതേ ഇന്ത്യ ഇന്ന് ബ്രിട്ടന്റെ പ്രതീക്ഷയുടെ കിരണമായി മാറിയിരിക്കുകയാണ്. ഇത് മാറുന്ന ലോകത്തിന്റെ ചിത്രം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്രിട്ടന്റെ ഈ നീക്കം അമേരിക്കയുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്? ലോകശക്തിയായി വളരുന്ന ഇന്ത്യ ഈ അവസരം എങ്ങനെയാണ് ഉപയോഗിക്കുക? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.